എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉപന്യാസ വിഷയം പ്രത്യാശ. വിശ്വാസത്താൽ വാഞ്ചയോടെ കാത്തിരിക്കുന്ന അവസ്ഥയാണ് പ്രത്യാശ. കഴിഞ്ഞവയും ഇപ്പോഴുള്ളവയും വരാനുള്ളവയുമായി കാണാത്ത കാര്യങ്ങളെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നതാണ് വിശ്വാസം. വരാനുള്ളവയെ മാത്രം വിശ്വാസത്തോടെ നോക്കി പാർക്കുന്നതാണ് പ്രത്യാശ. ജീവിക്കുന്ന ദൈവത്തിലും ദൈവിക വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രത്യാശ ഉണ്ടാകൂ. ഈ പ്രത്യാശ നിലവിലിരിക്കുന്ന ചുറ്റുപാടുകളാലും മാനുഷിക സാധ്യതകളാലും നിയന്ത്രിതമോ അല്ല. സാറ ഒരു മകനെ പ്രസവിക്കുമെന്ന പ്രത്യാശയ്ക്ക് അന്നത്തെ ചുറ്റുപാടുകളിൽ ഒരു ന്യായീകരണവും നൽകാൻ അബ്രഹാമിന് ഇല്ലായിരുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് റോമർ 4:18 പറയുന്നു, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്നും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശിക്കുവാനൊരു സാധ്യതയും ഇല്ലാതിരുന്ന രംഗത്താണ് അബ്രഹാം ആശിച്ചത്. ദൈവവിശ്വാസത്തിൽ നിന്നും വേർപെടുത്തുവാനാവാത്തതാണ് പ്രത്യാശ. ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വേണ്ടി ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചതിലും ക്രിസ്തുവിലൂടെ ദൈവം ഒരു വിശ്വാസിയിൽ പ്രവർത്തിക്കുന്നതിലും നിന്ന് ഇന്ന് അദൃശ്യമായ ഭാവികാല അനുഗ്രഹങ്ങളെ വിശ്വാസി ധൈര്യപൂർവ്വം പ്രത്യാശിക്കുകയാണ്. റോമർ 8:24 പറയുന്നു, പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഈ രക്ഷയുടെ പ്രത്യാശ ഒരു വിശ്വാസിയുടെ ശിരസ്ത്രമാണ്. ലേഖന പുസ്തകങ്ങളിൽ അനേക സ്ഥാനങ്ങളിൽ പ്രത്യാശ വിശ്വാസത്തിൻ്റെ സഹവർത്തിയായി പറയപ്പെടുന്നു. വിശ്വാസം കൂടാതെ പ്രത്യാശയ്ക്ക് നിലനിൽപ്പില്ല. പ്രത്യാശ കൂടാതെ സ്നേഹം പ്രായോഗികമല്ല. പ്രത്യാശ നൽകുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുന്നത്. പ്രിയ ദൈവമക്കളെ, നാം പ്രത്യാശയുള്ളവരായി ദൈവത്തിൽ കൂടുതലായി പ്രയോജനപ്പെടാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.